നമുക്കാദ്യം യൂണിറ്റ് 2 സെക്യൂരിറ്റി സർവീസസിന്റെ ആമുഖത്തിൽ ഇൻട്രൊഡക്ഷൻ നിന്ന് തുടങ്ങാം. നമ്മൾ വീടിന് വാതിലുകളും പൂട്ടുകളും ഉപയോഗിക്കുന്നത് പോലെ ഡിജിറ്റൽ ലോകത്തെ വിവരങ്ങൾ, ഡാറ്റ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സേവനങ്ങളെയാണ് സെക്യൂരിറ്റി സർവീസസ് എന്ന് വിളിക്കുന്നത്. വിവരങ്ങൾ മോഷ്ടിക്കപ്പെടാതിരിക്കാനും അവ ആരും തിരുത്താതിരിക്കാനും ആവശ്യമുള്ളപ്പോൾ അവ ലഭ്യമാകാനും ഈ സേവനങ്ങൾ നമ്മെ സഹായിക്കുന്നു. പ്രധാനമായും 6 സെക്യൂരിറ്റി സർവീസുകളാണുള്ളത്. 1. ഓതന്റിക്കേഷൻ, ആധികാരികത ഉറപ്പാക്കൽ. 2. ആക്സസ് കൺട്രോൾ, പ്രവേശന നിയന്ത്രണം. 3. കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത. 4. ഇന്റഗ്രിറ്റി, കൃത്യത. 5. നോൺ റിപ്യൂഡിയേഷൻ, ഉത്തരവാദിത്തം. 6. അവൈലബിലിറ്റി, ലഭ്യത. നമുക്കിതിലെ ആദ്യത്തെ ടോപ്പിക്കായ ഓതന്റിക്കേഷൻ വിശദമായി നോക്കാം. ഇവിടെ പ്രധാനമായും 2 ഫാക്ടർ ഓതന്റിക്കേഷൻ 2FA എന്ന ഭാഗം കൂടി നമ്മൾ വിശദീകരിക്കണം. Authentication, ആധികാരികത ഉറപ്പാക്കൽ. Definition: it is the process of verifying the identity of a user or system. It answers the question, who are you? ഒരു സിസ്റ്റം ഉപയോഗിക്കുന്ന ആൾ യഥാർത്ഥ ഉപഭോക്താവാണോ എന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണിത്. Objective: the main goal is to answer the question, who are you? നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. Importance: it is the first level of security in any network or system. ഏതൊരു സിസ്റ്റത്തിന്റെയും സുരക്ഷയിലെ ആദ്യത്തെ പടിയാണിത്. 2. ഫാക്ടേഴ്സ് ഓഫ് ഓതന്റിക്കേഷൻ, തിരിച്ചറിയാനുള്ള വഴികൾ. പരീക്ഷയ്ക്ക് പേജ് നിറയ്ക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ 3 ഘടകങ്ങളാണ്. ഇവയോരോന്നും പ്രത്യേകം ഹെഡിംഗ് നൽകി വിശദീകരിക്കാം. 1. സംതിങ് യു നോ, നോളജ് ഫാക്ടർ. ഇംഗ്ലീഷ്: ദിസ് ഇൻവോൾവ്സ് ഇൻഫർമേഷൻ ദാറ്റ് ഓൺലി ദ യൂസർ നോസ്. മലയാളം: ഉപഭോക്താവിന് മാത്രം അറിയാവുന്ന വിവരങ്ങൾ ഉപയോഗിച്ചുള്ള രീതിയാണിത്. എക്സാമ്പിൾസ്: പാസ്വേർഡ്സ്, പിൻ നമ്പേഴ്സ്, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ്. 2. സംതിങ് യു ഹാവ്, പൊസഷൻ ഫാക്ടർ. ഇംഗ്ലീഷ്: ദിസ് ഇസ് എ ഫിസിക്കൽ ഒബ്ജക്ട് ദാറ്റ് ദ യൂസർ പൊസസസ്. മലയാളം: ഉപഭോക്താവിന്റെ കൈവശമുള്ള ഒരു വസ്തു ഉപയോഗിച്ച് തിരിച്ചറിയുന്ന രീതി. എക്സാമ്പിൾസ്: ATM cards, smart cards, security tokens, or OTP, one-time password sent to a phone. 3. Something you are, inherence factor. English: this uses biological characteristics of the user known as biometrics. മലയാളം: ഒരാളുടെ ശാരീരികമായ പ്രത്യേകതകൾ ബയോമെട്രിക്സ് ഉപയോഗിച്ചുള്ള രീതി. എക്സാമ്പിൾസ്: ഫിംഗർ പ്രിന്റ്സ്, വിരലടയാളം, ഫേസ് ID, റെറ്റിന സ്കാൻ. 3. Multi-factor authentication, MFA. നമുക്ക് മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ MFA ഒന്നുകൂടി ലളിതമായി നോക്കാം. വെറുമൊരു പാസ്വേഡ് മാത്രം ഉപയോഗിക്കുന്നതിന് പകരം കൂടുതൽ സുരക്ഷയ്ക്കായി നമ്മൾ ഒന്നിലധികം കടമ്പകൾ, ഫാക്ടേഴ്സ് കടന്നാൽ മാത്രമേ സിസ്റ്റം നമ്മളെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇതിനെയാണ് മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന് വിളിക്കുന്നത്. Definition: using 2 or more different factors to verify a user's identity. Benefit: provides higher security than a single password. പാസ്വേഡ് മാത്രം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷ നൽകുന്നു. റിയൽ വേൾഡ് എക്സാമ്പിൾ: ബാങ്ക് ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ ഗൂഗിൾ ലോഗിൻ. ലളിതമായി പറഞ്ഞാൽ, ഒരു സിസ്റ്റത്തിലേക്ക് കയറാൻ ഒരു സുരക്ഷാ മാർഗത്തിന് പകരം 2 വ്യത്യസ്ത മാർഗങ്ങൾ, ഫാക്ടേഴ്സ് ഉപയോഗിക്കുന്നതിനെയാണ് 2 ഫാക്ടർ ഓതന്റിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. 1. ഫസ്റ്റ് ഫാക്ടർ: നിങ്ങൾ സാധാരണ നൽകുന്ന പാസ്വേഡ് അല്ലെങ്കിൽ പിൻ. ഇത് സംതിങ് യു നോ എന്ന വിഭാഗത്തിൽ വരുന്നു. 2. സെക്കൻഡ് ഫാക്ടർ: പാസ്വേഡ് നൽകിയ ഉടനെ സിസ്റ്റം നിങ്ങളോട് രണ്ടാമതൊരു തെളിവ് കൂടി ചോദിക്കും. ഇത് സാധാരണയായി നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ഒരു OTP, വൺ ടൈം പാസ്വേഡ് ആയിരിക്കും. ഇത് സംതിങ് യു ഹാവ് എന്ന വിഭാഗത്തിൽ വരുന്നു. ഇതിന്റെ ഗുണം എന്താണ്? ബെനിഫിറ്റ്സ്: ഒരാൾ നിങ്ങളുടെ പാസ്വേഡ് മോഷ്ടിച്ചാലും സ്റ്റോളൻ പാസ്വേഡ് നിങ്ങളുടെ ഫോൺ കൂടി കയ്യിലില്ലാതെ അയാൾക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. അതായത് ഇത് സുരക്ഷയുടെ ഒരു അധിക കവചമാണ്. എന്താണ് ആക്സസ് കൺട്രോൾ? ഒരാൾ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഓതന്റിക്കേഷൻ അയാൾക്ക് ആ സിസ്റ്റത്തിലെ ഏതൊക്കെ വിവരങ്ങൾ കാണാം അല്ലെങ്കിൽ മാറ്റാം എന്ന് തീരുമാനിക്കുന്ന രീതിയാണിത്. ഓതന്റിക്കേഷൻ ചോദിക്കുന്നത് നിങ്ങൾ ആരാണ്, ഹു ആർ യു. ആക്സസ് കൺട്രോൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ അനുവാദമുണ്ട്, വാട്ട് ആർ യു അലൗഡ് ടു ഡു. ആക്സസ് കൺട്രോൾ മോഡൽസ്, പ്രധാന രീതികൾ. ഇവ ഒരു ലളിതമായി നോക്കാം. 1. ഡിആക്, ഡിസ്ക്രിഷണറി ആക്സസ് കൺട്രോൾ. ഇവിടെ ഒരു ഫയലിന്റെ ഉടമസ്ഥൻ, ഓണറാണ് തീരുമാനിക്കുന്നത് ആർക്കൊക്കെ അത് ഷെയർ ചെയ്യണമെന്ന്. ഉദാഹരണം: നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലെ ഒരു ഫയൽ ആർക്കൊക്കെ കാണാം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നത് പോലെ. 2. മാക്, മാൻഡേറ്ററി ആക്സസ് കൺട്രോൾ. ഇവിടെ സിസ്റ്റമാണ് അധികാരം തീരുമാനിക്കുന്നത്. ഉടമസ്ഥന് അത് മാറ്റാൻ കഴിയില്ല. ഇത് വളരെ കർശനമായ രീതിയാണ്. ഉദാഹരണം: പട്ടാളത്തിലോ ഗവൺമെന്റിലോ ഉള്ള അതീവ രഹസ്യരേഖകൾ. 3. RBAC, റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ. ഒരാളുടെ ജോലി അല്ലെങ്കിൽ റോൾ നോക്കിയാണ് ഇവിടെ അധികാരം നൽകുന്നത്. ഉദാഹരണം: ഒരു ഓഫീസിൽ മാനേജർക്ക് എല്ലാ ഫയലുകളും കാണാം, എന്നാൽ ഒരു സെക്യൂരിറ്റി ഗാർഡിന് അത് കാണാൻ അനുവാദമുണ്ടാകില്ല. ഈ 3 മോഡലുകളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കാനുണ്ട്. അതിനായി താഴെ പറയുന്ന നമുക്ക്
കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യാത്മകത എന്ന സുപ്രധാനമായ സുരക്ഷാ ആശയത്തെക്കുറിച്ച് പഠിക്കാം. വിവരസുരക്ഷയിലെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട 3 തൂണുകളിൽ CIA ട്രയാഡ് ഒന്നാണിത്. കോൺഫിഡൻഷ്യാലിറ്റി എന്നാൽ ലളിതമായി പറഞ്ഞാൽ വിവരങ്ങൾ അവ കാണാൻ അനുവാദമുള്ളവർക്ക് മാത്രം ലഭ്യമാക്കുക എന്നതാണ്. അതായത് തെറ്റായ കൈകളിൽ വിവരങ്ങൾ എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അനധികൃതമായി വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് തടയുക. പ്രിവെന്റിംഗ് അൺഓത്തറൈസ്ഡ് ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ. അതായത് ഹാക്കർമാരോ മറ്റോ നമ്മുടെ സ്വകാര്യ ഡാറ്റ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. 2. എങ്ങനെ ഇത് നടപ്പിലാക്കാം? മെത്തഡ്സ്. എൻക്രിപ്ഷൻ. വിവരങ്ങളെ ഒരു രഹസ്യ ഭാഷയിലേക്ക് സീക്രട്ട് കോഡ് മാറ്റുന്നു. സ്ട്രോങ് പാസ്വേഡ്സ്. മറ്റാർക്കും എളുപ്പത്തിൽ ഊഹിക്കാൻ കഴിയാത്ത പാസ്വേഡുകൾ ഉപയോഗിക്കുന്നു. 2 ഫാക്ടർ ഒത്തന്റിക്കേഷൻ. 2FA. നമ്മൾ ആദ്യം ചർച്ച ചെയ്തതുപോലെ സുരക്ഷയ്ക്കായി 2 ഘട്ടങ്ങൾ ഉപയോഗിക്കുന്നു. 3. എന്തുകൊണ്ട് ഇത് പ്രധാനമാണ്? ഇമ്പോർട്ടൻസ്. വ്യക്തിഗത വിവരങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ്, ബാങ്ക് വിവരങ്ങൾ, രഹസ്യ സന്ദേശങ്ങൾ എന്നിവ മോഷ്ടിക്കപ്പെടാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ്. സെക്യൂരിറ്റി സർവീസുകളിൽ സെക്യൂരിറ്റി സർവീസസ് കോൺഫിഡൻഷ്യാലിറ്റി കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്റഗ്രിറ്റി, കൃത്യത, അഖണ്ഡത. കൃത്യത. ഇന്റഗ്രിറ്റി എന്നാൽ വിവരങ്ങൾ, ഡേറ്റ മാറ്റം വരാതെയും അൺഓൾട്ടേർഡ്, കൃത്യമായും കറക്റ്റ്, പൂർണ്ണമായും കംപ്ലീറ്റ് ഇരിക്കുക എന്നതാണ്. അർത്ഥം, ഒരു സിസ്റ്റത്തിലെ വിവരങ്ങൾ അധികാരമുള്ള ഒരാൾ മാറ്റം വരുത്താതെ മറ്റാരും തൊടാൻ പാടില്ല. No one changes, deletes or adds anything without approval. ലക്ഷ്യം, വിവരങ്ങൾ അയക്കുന്ന ആൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് സ്വീകർത്താവിന് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ നോട്ട്സിലെ ഉദാഹരണങ്ങൾ. 1. മാർക്ക് ലിസ്റ്റ്. ടീച്ചർ നൽകിയ 78 മാർക്ക് വഴിയിൽ വെച്ച് ആരോ 98 ആക്കി മാറ്റിയാൽ അവിടെ ഡാറ്റയുടെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെട്ടു. 2. ബാങ്ക് ട്രാൻസാക്ഷൻ. നിങ്ങൾ 1000 രൂപ അയക്കുമ്പോൾ അത് സിസ്റ്റത്തിൽ 10,000 രൂപയായി മാറാൻ പാടില്ല. ബാങ്ക് അത് കൃത്യമായി പരിശോധിക്കുന്നു. ഇന്റഗ്രിറ്റി എങ്ങനെ ഉറപ്പാക്കാം? മെയിൻറ്റെയിനിങ് ഇന്റഗ്രിറ്റി. അയക്കുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ തുടരുന്നു എന്ന് ഉറപ്പുവരുത്തുക. വിശ്വസ്തരായ ആളുകൾ, ട്രസ്റ്റഡ് പീപ്പിൾ മാത്രമേ ഡാറ്റയിൽ മാറ്റം വരുത്തുന്നുള്ളൂ എന്ന് നിരീക്ഷിക്കുക. അടുത്ത സുപ്രധാന സെക്യൂരിറ്റി സർവീസിലേക്ക് സെക്യൂരിറ്റി സർവീസ് കടക്കാം. അടുത്തത് നോൺ റിപ്യൂഡിയേഷൻ ആണ്. നോൺ റിപ്യൂഡിയേഷൻ, നിഷേധിക്കാനാവാത്ത അവസ്ഥ. ഇത് കേൾക്കുമ്പോൾ അല്പം പ്രയാസമായി തോന്നാമെങ്കിലും കാര്യം വളരെ ലളിതമാണ്. ഡിജിറ്റൽ ലോകത്ത് ഒരാൾ ഒരു കാര്യം ചെയ്താൽ, ഉദാഹരണത്തിന് ഒരു മെസ്സേജ് അയക്കുകയോ പണം കൈമാറുകയോ ചെയ്താൽ, പിന്നീട് അത് ഞാനല്ല ചെയ്തത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ അയാൾക്ക് കഴിയില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയാണിത്. നിങ്ങളുടെ നോട്ട്സിലെ ഉദാഹരണം, നിങ്ങൾ ബാങ്ക് വഴി ഒരാൾക്ക് പണം അയച്ചു എന്ന് കരുതുക. പിന്നീട് ഞാൻ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ വാദിച്ചാലും ബാങ്കിന്റെ കയ്യിൽ നിങ്ങളുടെ യൂസർ ഐഡിയും സമയവും അടങ്ങിയ കൃത്യമായ രേഖകൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയില്ല. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? മെത്തഡ്സ്. ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് അയക്കുന്ന ആളുടെ കൃത്യമായ ഐഡന്റിറ്റി ഉറപ്പുവരുത്തുന്നു. ടൈം സ്റ്റാമ്പ്സ്. ഒരു കാര്യം എപ്പോൾ നടന്നു എന്നതിന്റെ കൃത്യമായ സമയവും തീയതിയും രേഖപ്പെടുത്തുന്നു. ഓഡിറ്റ് ലോഗ്സ്. സിസ്റ്റത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു റെക്കോർഡ് സൂക്ഷിക്കുന്നു. വിവരസുരക്ഷയിലെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി മൂന്നാമത്തെ പ്രധാന തൂണാണ് അവൈലബിലിറ്റി, ലഭ്യത. ലളിതമായി പറഞ്ഞാൽ ഒരു സിസ്റ്റമോ വിവരമോ അത് ഉപയോഗിക്കാൻ അധികാരമുള്ളവർക്ക്, ഓത്തറൈസ്ഡ് യൂസേഴ്സ് ആവശ്യമുള്ള സമയത്ത് തടസ്സമില്ലാതെ ലഭ്യമാകുക എന്നതാണ് ഇതിന്റെ അർത്ഥം. എന്താണ് അവൈലബിലിറ്റി? English. Availability ensures that information and communication services are ready for use when expected by authorized users. മലയാളം, സിസ്റ്റങ്ങൾ എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കണം. സെർവർ ഡൗൺ ആവുകയോ വെബ്സൈറ്റ് ക്രാഷ് ആവുകയോ ചെയ്താൽ അവിടെ അവൈലബിലിറ്റി നഷ്ടപ്പെടുന്നു. ലഭ്യതയെ ബാധിക്കുന്ന കാരണങ്ങൾ. ത്രെറ്റ്സ് ടു അവൈലബിലിറ്റി. 1. ഹാർഡ്വെയർ ഫെയിലിയർ. സെർവറുകളോ കമ്പ്യൂട്ടറുകളോ കേടാകുന്നത്. 2. സോഫ്റ്റ്വെയർ ബഗ്സ്. സോഫ്റ്റ്വെയറിലെ പിഴവുകൾ കാരണം സിസ്റ്റം ഹാങ് ആകുന്നത്. 3. ഡോസ് അറ്റാക്ക്, ഡിനയൽ ഓഫ് സർവീസ്. ഹാക്കർമാർ സിസ്റ്റത്തിലേക്ക് അമിതമായ ട്രാഫിക് അയച്ച് അതിനെ പ്രവർത്തനരഹിതമാക്കുന്നത്. 4. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. വെള്ളപ്പൊക്കം, തീപിടുത്തം എന്നിവ കാരണം ഡാറ്റാ സെന്ററുകൾ നശിക്കുന്നത്. ഇതെങ്ങനെ ഉറപ്പാക്കാം? സൊല്യൂഷൻസ്. ബാക്കപ്സ്. ഡാറ്റയുടെ പകർപ്പുകൾ സൂക്ഷിക്കുക. റിഡൻഡൻസി. ഒരു സെർവർ കേടായാൽ ഉടൻ പ്രവർത്തിക്കാൻ മറ്റൊരു സെർവർ സജ്ജമാക്കി വെക്കുക. റെഗുലർ മെയിന്റനൻസ്. കൃത്യമായ ഇടവേളകളിൽ സിസ്റ്റം പരിശോധിച്ച് തകരാറുകൾ പരിഹരിക്കുക. നമ്മൾ ഇപ്പോൾ ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സെക്യൂരിറ്റി സർവീസുകളും നോക്കിക്കഴിഞ്ഞു. നന്ദി.